സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ ബ്രാൻഡി ഈ മാസം 21-ന് കുറഞ്ഞ വിലയിൽ വിപണിയിൽ വരികയാണ്. പാലക്കാട് മലബാർ ഡിസ്റ്റിലറി ഉൽപ്പാദിപ്പിക്കുന്ന ബ്രാൻഡിയുടെ പേര് ഇപ്പോഴും രഹസ്യമായിട്ട് സർക്കാർ സൂക്ഷിച്ചിരിക്കുകയാണ്. പൊതുജനങ്ങളിൽ നിന്ന് പേര് സ്വീകരിച്ചത് ഹൈക്കോടതി തടഞ്ഞ കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. ജിബിൻ ജെബി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. പറയൂ ജിബിൻ. ഈ വിവാദങ്ങൾക്കിടെയാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ ബ്രാൻഡ് ഈ മാസം 21-ാം തീയതി വിപണിയിലേക്ക് എത്തുന്നത്. നേരത്തെ ഈ ബ്രാൻഡിയുടെ പേരുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഉണ്ടായത്. കാരണം ബെവ്കോ MD ആണ് ഇത്തരത്തിൽ ഈ പുതിയ കേരളം ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ ബ്രാൻഡ് അതിന് പേര് നിർദ്ദേശിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് ഒരു അറിയിപ്പ് നൽകിയത്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് 10,000 രൂപ വന്ന് ബെവ്കോ സമാനമായി വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കാണ് അന്ന് വിധേയമായത്. പിന്നീട് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലേക്ക് പോവുകയും അങ്ങനെ ഈ ഒരു പേരിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ കെട്ടടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ പാലക്കാടുള്ള മലബാർ ഡിസ്റ്റിലറീസിലാണ് ഈ ബ്രാൻഡിയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പേര് ഇതുവരെയും പുറത്തുവിടാൻ വേണ്ടി ബെവ്കോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ വിവാദങ്ങൾക്കിടെയാണ് 21-ാം തീയതി ഈ ബ്രാൻഡി ഇപ്പോൾ കുറഞ്ഞ ചിലവിൽ തന്നെ ഇത് വിപണിയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം സംസ്ഥാനത്ത് നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ബെവ്കോയുടെ ഉൽപ്പാദനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് റം ജവാൻ എന്ന് പറയുന്ന ഒരു റം മാത്രമാണ്. ഇതിനിടെയാണ് പുതിയൊരു ബ്രാൻഡ് കൂടി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കുകയും അതിൻ്റെ പരിപാടിയിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു പേര് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. കാരണം പൊതുജനങ്ങളിൽ നിന്ന് പേര് സ്വീകരിക്കാൻ വേണ്ടി ബെവ്കോ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ 10,000 രൂപ അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഹൈക്കോടതി തടഞ്ഞതോടെ ആ ഒരു ചടങ്ങ് തന്നെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഈ 21-ാം തീയതി വിപണിയിലേക്ക് എത്തുന്ന കുറഞ്ഞ ചെലവിൽ വിപണിയിലേക്ക് എത്തുന്ന ബ്രാൻഡിയുടെ പേര് എന്താണ് എന്നുള്ള കാര്യം ഇതുവരെയും പുറത്തുവിടാൻ ബെവ്കോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ 21-ാം തീയതി ഇത് വിപണിയിലെത്തുമ്പോൾ അത് ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച പേരാണോ അല്ല ബെവ്കോ തന്നെ ഇട്ടൊരു പേരാണോ എന്നുള്ള ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.